ഡിയർ ഫ്രണ്ട്സ്, കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങളുടെ പ്രഭാത സവാരി പുനരാരംഭിച്ചു. ഇതാ നോക്കൂ, ഇന്ന് എന്ത് ഭംഗിയാ സൂര്യനെ കാണാൻ. വീട്ടിൽ നിന്നിറങ്ങി കുറച്ചിങ്ങി നടന്നു വരുമ്പോൾ പള്ളിപ്പുറത്ത് കാലുമായിട്ട് തിരുനടയിലെത്തും. അവിടെ പുറത്തു നിന്ന് തൊഴുത് തിരിഞ്ഞു നോക്കിയാൽ MC റോഡാണേ. പക്ഷെ നമ്മൾ പോകുന്നത് പഴയ MC റോഡ്, അതായത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിനടുത്താണ് നമ്മുടെ കോട്ടയം കോടിമത ബോട്ട് ജെട്ടി. ഇതാ നോക്കൂ, ഇന്ന് ആമ്പൽപ്പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നു. അതുപോലെ നേരിയ മഞ്ഞുണ്ട്, ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ വഴിയെ നമുക്ക് അങ്ങ് നടക്കാം, ദൂരെ കുറെ അവിടേക്ക് കയറിയിരുന്ന് വിശ്രമിക്കാം. അങ്ങനെ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ച ഈ ടൗണിലിരുന്ന് കണ്ടാസ്വദിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ട്. ഇതാ ഇവരൊക്കെ പഴയ പരിചയക്കാരാണ്. അവരോടൊക്കെ കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ധാരാളം വള്ളങ്ങൾ പോകുന്നത് കാണാം. ഈ പണ്ടൊക്കെ ആളുകൾ തൊഴിഞ്ഞു പോകുന്നതാണ് കാണുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൂടുതൽ വള്ളങ്ങളും എൻജിൻ ഘടിപ്പിച്ച വള്ളങ്ങളാണ്. ഇവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നോക്കൂ, 6:45 ആദ്യത്തെ ബോട്ട് പുറപ്പെട്ടു. ഇന്ന് ഒരുപാട് ആളുകളുണ്ട് ഉള്ളിൽ. ഗ്രൂപ്പായിട്ടൊക്കെ ധാരാളം പേര് വന്ന് ആലപ്പുഴ കാണാൻ പോകുന്നു. കായൽ യാത്ര ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ അവിടെ ചെന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കടലൊക്കെ കണ്ട് വൈകുന്നേരം തിരിച്ചും പോരാം. വിദേശ വിനോദസഞ്ചാരികളൊക്കെ ധാരാളമായിട്ട് എത്തുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഒഴുകുന്ന വെള്ളത്തിലേക്കും ഈ കാഴ്ചകളും ഒക്കെ കണ്ട് നോക്കി കുറേ സമയം ചെലവഴിക്കാൻ നമുക്കിപ്പോൾ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, ദേശാടന കിളികൾ ധാരാളമായി എത്തുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരുപാട് കൊറ്റികളും കുളക്കോഴികളും ഒക്കെ ഉണ്ട്. അവരുടെ കളികളൊക്കെ നോക്കി കുറച്ച് നേരം അങ്ങ് ഇരിക്കും. നേരത്തെയൊക്കെ നമുക്ക് ജോലി, കുട്ടികളുടെ സ്കൂള്, പഠനകാലം ഇപ്പോൾ ഒന്നും നമുക്ക് രാവിലെ ഇങ്ങനെ സമയം ചെലവഴിക്കാൻ പറ്റില്ല. അപ്പോൾ തിരക്കുകളുടെയൊക്കെ കാലം അങ്ങനെ കഴിയണമല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല ഒരു മണം. മൂക്ക് വട്ടം പിടിച്ചു. എവിടെ നിന്നാണ് ദൂരെ കെട്ടിയിട്ടിരിക്കുന്നത് ബോട്ട്. പയ്യെ അങ്ങോട്ടേക്ക് നടന്നു ചെന്നപ്പോൾ ഹോട്ടലിൽ നിന്ന് ബോർഡ് കണ്ടു. ഉള്ളിലേക്ക് കയറി. ഇതാ നോക്കൂ, പ്രഭാത ഭക്ഷണം എല്ലാം റെഡിയാണ്. ദോശ, ഇഡ്ഡലി, അപ്പം, മുട്ട, കടലക്കറി എല്ലാം ഉണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷവുമായിട്ട് തോന്നി. അങ്ങനെ ഒട്ടുമേ അതിഥിയല്ലാത്ത നമ്മുടെ അതിഥി തൊഴിലാളി ഇതാ അവിടെ നമ്മുടെ ദേശീയ ഭക്ഷണം പൊറോട്ട വീശിയടിക്കുന്ന കാഴ്ച. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചായ കുടിക്കാമെന്നൊരു തോന്നലേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും പയ്യെ വിശപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അപ്പോൾ ഇതാ നോക്കൂ, അദ്ദേഹമാണ് ഇത് നടത്തുന്നത്. അദ്ദേഹത്തിന് ഞങ്ങളെ ഒരു പരിചയമുണ്ട്. പരിചയമൊക്കെ പറഞ്ഞു വന്നപ്പോൾ എന്നാൽ പിന്നെ പ്രഭാത ഭക്ഷണം ഇവിടെ നിന്ന് ആയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് അപ്പവും കടലക്കറിയും ഒക്കെ കഴിച്ചു. നല്ല രുചികരമായ ഭക്ഷണം, മിതമായ നിരക്ക്, വളരെ സന്തോഷകരമായ അന്തരീക്ഷം. അതാണ് കോടിമത പാലം. വണ്ടികളൊക്കെ രാവിലെ പുറപ്പെട്ടു തുടങ്ങി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ പയ്യെ നടന്നു പോയാൽ മതിയല്ലോ, വിശപ്പൊന്നുമില്ലല്ലോ. അങ്ങനെ തിരിച്ച് നടക്കുമ്പോൾ ഇതാ നോക്കൂ, പ്രാവുകൾ തൊട്ടടുത്ത ചായക്കടയിലെ ചേച്ചി ഗോതമ്പ് മണികളൊക്കെ പതിവായി ഇട്ട് കൊടുക്കും. അപ്പോൾ അവരതൊക്കെ കഴിച്ച് നടന്ന് പള്ളിപ്പുറത്ത് കാവിൻ്റെ അവിടെ വന്നു ആലും ചോട്ടിലിരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹവും സാധിച്ച്